എന്താണ് അവിടെ? ആശാനെ, ആശാന്റെ പത്രത്തിൽ കിടക്കണം. എടാ ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ഓ എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. സിനിമയിൽ അവസരം തേടിയെത്തിയ ഒരു യുവാവിനെ 2012 ബാംഗ്ലൂരിലെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി നഗ്നനാക്കി പീഡിപ്പിച്ചു രഞ്ജിത്ത് എന്ന പരാതി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും നാണം കെട്ടതും നാറിയതുമായ വിവാദമാണ് ഒരു യുവാവിനെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നത്. ഉണ്ടല്ലോ ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല? പെണ്ണിനെ മാത്രമല്ല ആണിനെ കണ്ടാലും രഞ്ജിത്തിന് ഇളക്കമുണ്ടാവും എന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് സിനിമാ മേഖല. പിന്നെ കലണ്ടർ എന്ന സിനിമയിൽ മുകേഷിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. പുറകെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി. ഡോറെ കൊട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ ഇവിടെ സിനിമ ലോകം തനിക്ക് കുറച്ച് അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന് എങ്ങനെ ഈ പരുക്കും സ്വഭാവമൊക്കെ എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് തൊട്ട് പുറകെ കട്ടിലായപ്പോഴത്തേക്ക് ഞാൻ കട്ടിലോട്ടെങ്കിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന അവന്മാരുടെ വിചാരം. അതിന് വേറെ ആളെ നോക്കണം. മീര പേടിക്കണ്ട, കത്തിലി സൗകര്യമായിട്ട് കിടന്നോളൂ. ഞാനിവിടെ അറ്റത്ത് ഒതുങ്ങി കിടന്നോളാം. പോരെ കെട്ടിപ്പിടി തൊട്ട് പുറകെ കട്ടിലായപ്പോഴത്തേക്ക് ഞാൻ കട്ടിലോട്ടെങ്കിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നോലെ ഇങ്ങനെ കടത്തി തന്നെ ബെട്ടയിലോട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉരുണ്ട് മാറി പെട്ടെന്ന് ഇറങ്ങി ഓടി പോന്നു. സഹോദരിമാരെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കേട്ടോ ബാലു, എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് വെയിറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് അമ്മയുടെ നേതൃനിരയിലേക്ക് വരാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വരുമോ എന്നതാണ്. കൂടെ ആരുമില്ല തോന്നിയാൽ തല ഉയർത്തി നോക്കാം. അത് ഞാനാണ്.